ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള വീഡിയോ ഒന്നുമല്ല. കുറേ നാൾ മുമ്പേ ഞാൻ കോഴിക്കോട് നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഹനിയുടെ കല്യാണത്തിന് പോയപ്പം എടുത്തു വെച്ചിട്ടുള്ളൊരു വ്ളോഗ്. അന്ന് ചുമ്മാ വെറുതെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ യൂട്യൂബിലേക്ക് വ്ളോഗ്സ് ചെയ്യുമെന്നൊക്കെ. എന്തായാലും ആ വീഡിയോസ് ഉള്ള സ്ഥിതിക്ക് ഞാൻ ആ വ്ളോഗ്സ് എല്ലാം കാണിക്കാം. അത് കല്യാണ വ്ളോഗല്ല. നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് മാക്സിമം ഫുഡ് കോഴിക്കോടിൽ കുറേ കേട്ടിട്ടുള്ള ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ്. അപ്പം നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മൾ പരിപാടി തുടങ്ങിയത് കല്യാണപ്പുരയിലെ ബിരിയാണി, അടിപൊളി ബിരിയാണി ആയിരുന്നു, കല്യാണ ബിരിയാണി. സോ അത് കഴിച്ച് പിന്നെ ഒരു ചിക്കൻ സൈഡ് ഡിഷും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതും ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. ഫ്രണ്ട്സിനെല്ലാം മീറ്റും ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി വൈകിട്ട് ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴി നല്ല ആംബിയൻസ് ഉള്ളൊരു കഫേ കണ്ടു. അങ്ങനെ അവിടെ ഇറങ്ങി നല്ല ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ആംബിയൻസ് ഒക്കെ നോക്കി കുറേ നേരം ഇരുന്നു. അങ്ങനെ അവിടെ ഇച്ചിരി വൈബ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് നേരെ പുറപ്പെട്ട് ബീച്ചിലേക്ക് പോയി. ബീച്ച് പോയിന്റ് മെയിൻ ഉദ്ദേശം ബീച്ച് ആസ്വദിക്കാനൊന്നും അല്ല. ഓഫ് കോഴ്സ് അവിടെയുള്ള എരിവുള്ള കാടമുട്ടയും കല്ലുമ്മക്കായും ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാടമുട്ടയൊക്കെ അടിപൊളിയായിരുന്നു. ഞാനാണെങ്കിൽ ആൾക്കാർ നോക്കണമെന്ന് പോലും വിചാരിക്കാതെ ഫുൾ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ട്രെൻഡിങ് ആയ വൺ ലവ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കൂട്ടുകാരൻ മുരളി അങ്ങനെ പിന്നെ എരിവുള്ള സാധനങ്ങൾ കഴിച്ചപ്പോൾ പിന്നെ മധുരത്തിലേക്ക് പോയി. പിന്നെ ഐസ് അരച്ചതും ഒക്കെ കഴിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ നിരനിരയായിട്ട് ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്. അങ്ങനെ ഓടി അങ്ങോട്ടും പോയി കുറേ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടി കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ നല്ല പുളിയായിരുന്നു കണ്ട. അത് കഴിഞ്ഞ പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു അച്ചാറുണ്ടായിരുന്നു, അത് തേച്ച് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു സാധനം. എൻ്റെ വയറിനെ പറ്റിയൊന്നും ഒരു ശകലം പോലും ആലോചിക്കാതെ ഞാൻ ഫുള്ളിരുന്ന് തീറ്റയായിരുന്നു. അങ്ങനെ ബീച്ചിലെ ഫുഡ് എക്സ്പ്ലോറിങ് കഴിഞ്ഞ് നമ്മൾ നേരെ മിഠായി തെരുവിലേക്ക് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ജസ്റ്റ് അവിടുത്തെ ഷോപ്പൊക്കെ കാണാനും എല്ലാം നടക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ അപ്പോഴേ വലിയ വ്ളോഗർമാരെ പോലെ അങ്ങ് നടക്കുകയാണ്. പിന്നെ അവിടെ ചെന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാതെ തളർന്ന് പിന്നെ വന്നിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ അകത്താക്കി. അപ്പോഴാണ് മുരളി പറയുന്നത്, നിങ്ങൾക്ക് നാളെ ഉച്ചയ്ക്ക് ഊണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കഴിക്കാവേ എന്ന്. അപ്പോഴാണ് ആലോചിച്ചു, അയ്യോ റഹ്മത്തിൽ പോണ്ടേ. അങ്ങനെ അപ്പം ഒരു തീരുമാനം എടുത്തു, നേരെ റഹ്മത്തിലേക്ക് വിട്ട് നമ്മൾ റഹ്മത്തിൽ അങ്ങനെ എത്തി. പിന്നെ ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. ഒരു ബീഫ് ബിരിയാണി ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ ഇത്രയും ക്ഷമയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വയറ് ഫുള്ളായിരുന്നു, ഒരു ഇഞ്ച് ശകലം സ്ഥലം പോലും ഇല്ലായിരുന്നു. എന്നിട്ടും ആ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ അതിൽ ബിരിയാണി കിട്ടിയ ഇതൊക്കെ എന്നെ നോക്ക്, എനിക്ക് ഒട്ടും ക്ഷമയില്ല. ഞാൻ ഫുൾ മേടിച്ച് കഴിക്കാൻ പോവാണ്. ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണുക നിങ്ങൾ. സോറി ഗൈസ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് റിവ്യൂ ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻ മാത്രമായിട്ട് ഞാൻ ഫുൾ കഴിച്ച ഹാഫ് ബിരിയാണിയെ മേടിച്ചോളൂ. ബിക്കോസ് വയർ അത്രയ്ക്ക് ഫുള്ളായിരുന്നു. എന്നാലും ആഗ്രഹം സാധിച്ചു. കിഡിലും ബീഫൊക്കെ ആയിട്ട് കിഡിലും ബിരിയാണി ആയിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്രണ്ടിലെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അടുത്ത ദിവസത്തേക്ക് നമ്മൾ കുറേ ഇതുപോലെ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ സമയം രാവിലെ 7:30 നമ്മൾ എത്തിയിട്ടുള്ളത് എടയിലേക്ക് ഹോട്ടലിലാണ്. അതെ, അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവും ബീഫ് കറിയുമാണ്. ബീഫ് കറി എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പിലിട്ട് വേവിച്ച് നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് എൻ്റെ പൊന്നെ ഇതെൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ നോക്കി ഭയങ്കര ഹാപ്പിയായി. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിയതിൽ നമ്മൾ ഏറ്റവും വേർത്തായിട്ട് തോന്നിയൊരു കാര്യം ഇതാണ്. കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല. എനിക്കറിയില്ല, ഇപ്പോഴും 1 മാസത്തോളമായി കഴിച്ചിട്ട് ഇപ്പോഴും ആ ഒരു ടേസ്റ്റ്, ആ പഴംപൊരിയും ബീഫിൻ്റെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇപ്പോഴും നാവിലുണ്ട്. അതെങ്ങനെ ഈ രുചിയൊക്കെ എങ്ങനെ ഓർത്തിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും കിടിലുമായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് ഭയങ്കര സന്തോഷം, സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അതായിരുന്നു. കണ്ടില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് അടുത്ത വട്ടം കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വയറിപ്പോൾ പൊട്ടും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലും ഓഫീസിലും കൊടുക്കാനൊക്കെ ഹൽവയൊക്കെ മേടിച്ച് ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ നേരെ പോയി നമ്മുടെ അലീഖാൻ്റെ പിസ്ത കടയിലാണ്. അതിനെപ്പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ആ പിസ്ത ഷേക്ക് കുടിക്കാനും ഒരു പപ്പായ ഐറ്റം ഉണ്ട്, അത് പക്ഷേ കുടിക്കാൻ പറ്റിയില്ല. അവർ പള്ളിയിൽ പോകുന്ന ടൈമായിരുന്നു, അതൊരു മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതും കുടിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് നമ്മുടെ മുരളിയുടെ വീട്ടിലാണ്. അവിടെ നിന്ന് എൻ്റെ അമ്മയുടെയൊക്കെ കിഡിലും മലബാറി ബിരിയാണിയാണ് കഴിക്കാൻ കിട്ടിയത്. അവിടെ നിന്ന് നമ്മൾ 20 കിലോമീറ്റർ ആ ബിരിയാണി വേറെ ലെവലായിരുന്നു. എൻ്റെ സൈഡ് ഡിഷായിട്ടൊരു ചമ്മന്തി കിട്ടി, അത് എൻ്റെ പൊന്നെ അതും കിട്ടില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി താങ്ക് യു ഇപ്പോൾ പറയുവാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അതും കഴിച്ചു, ഹാപ്പിയായി.
പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരണം. മടക്കയാത്രയുടെ വിഷമങ്ങളിലായി. ആ വരുന്ന വഴിക്ക് നമുക്ക് ബസ്സിന് സമയം കിട്ടിയോണ്ട് നമ്മൾ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മോളിലൊക്കെ പോയി. ആ ആഡംബരമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് യാത്ര കഴിഞ്ഞു എന്നോർത്ത് ബസ്സിൽ കയറി പകുതി എത്തിയപ്പം ബസ് ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി എല്ലാവരും വഴിയിലായി. പിന്നെ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ആ വിഷമം മാറ്റാൻ വേണ്ടി മലപ്പുറത്തുനിന്ന് ഒരു ഷവർമ. അങ്ങനെ ആ ഷവർമയോട് കൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ് ഗൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.